തത്വമസി എന്ന് പറയുന്ന സനാതന ധർമ്മം തന്നെയാണ് ഇത് ആചരിച്ച് കാണിക്കുന്നത്. വളരെ സൂക്ഷ്മമാണ്, കണക്ക് പോലാണ്. അത് ഉരസി നോക്കിയാലേ നമ്മുടെ പ്രതിബിംബം അതിനകത്ത് കാണത്തുള്ളൂ. ഇതിനും ഉരസിയാൽ നമ്മുടെ പ്രതിബിംബം കാണും. പക്ഷെ ജ്ഞാനത്തോട് ഉരസണം. കരിമ്പും മധുരമാണെങ്കിലും കഴിക്കുകയും കഴിക്കില്ലല്ലോ, എടുത്തിട്ട് ബാക്കി കളയും. അതിന് തത്വം നമ്മൾ ഗ്രഹിക്കണം. ഇപ്പം നമ്മൾ രാമായണം വായിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന ഒരു ഡ്യൂട്ടി പോലെ ചെയ്യുന്ന ഒരു ശരിക്കും ആരോഗ്യം കാണിച്ചത് നമ്മൾ ചെയ്യുന്നതല്ലാതെ പലരും തത്വം ഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാം അറിയുന്ന കഥയാണ്. അച്ഛൻ പൂജാരിയാണ്, വീട്ടിൽ ദിവസവും പൂജ ചെയ്യുന്ന ആളാണ്. വീട്ടിൽ ചെയ്യും, അമ്പലത്തിൽ ചെയ്യും. പൂജയ്ക്ക് ഒരു വെച്ചിട്ട് പുതിയ വസ്ത്രം എടുത്ത് കൊടുക്കാൻ പോയി. ആ സമയത്ത് അവിടുത്തെ പൂച്ച വന്ന് പാൽ കുടിച്ച്. അപ്പം പിന്നെ എന്ത് ചെയ്ത് എല്ലാം പൂജയ്ക്ക് ഒരുക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ പൂച്ചയെ പിടിച്ച് അടച്ചിട്ടേക്കും. എന്നിട്ട് പോയി വസ്ത്രം എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളി പൂജിക്കും. പിന്നെ ആ പൂച്ചയും മരിച്ചു, അച്ഛനും മരിച്ചു. പിന്നെ മോനാണ് ആ ക്രിയ ഏറ്റെടുത്തത്. അപ്പോൾ പൂച്ച ചത്തുപോയല്ലോ. അപ്പോൾ അടുത്ത വീട്ടിൽ പോയി ഒരു പൂച്ചയെ കൊണ്ടുവന്ന് അടച്ചിട്ടിട്ട് പൂജ തുടങ്ങി. അച്ഛൻ പാൽ കുടിച്ചുകൊണ്ടാണ് അടച്ചിട്ടത്. മൂമിയാച്ചി പൂജയുടെ ഒരു ആചാരമാണ്. അതുപോലെ ജ്ഞാനം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഭക്തി. ഈശ്വരൻ്റെ കഥ ഈശ്വരനെ വായിച്ച് കേൾപ്പിക്കുക. നമ്മൾ ഗ്രഹിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. മരുഭൂമിയിൽ വിത്തുകൊണ്ടിട്ടാൽ വിത്തിൻ്റെ കുറ്റമാണ്. പാറയുടെ പുറത്ത് വിത്തുകൊണ്ട് വിത്തിൻ്റെ കുറ്റമാണ്. ഏത് സാഹചര്യത്തിൽ എവിടെ വളരുന്ന വൃക്ഷമുണ്ടെന്ന് നോക്കി നമ്മൾ അതിനനുസരിച്ച് വെള്ളവും കൊടുത്താലാണ് വളരുന്നത്. ചൂടുവെള്ളം ഒഴിച്ചാൽ അത് കിളിക്കുമോ? ഇല്ല. വെയിലത്ത് മാത്രം ഇട്ടാൽ കിളിക്കുമോ? ഇല്ല. അതിന് വേണ്ട നിയമമുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ നമ്മളതിനകത്ത് അലത്തിലേക്ക് കുത്തിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് മരുഭൂമിയുള്ള മനസ്സാണ്, പാറ പോലുള്ള മനസ്സാണ്. അഹങ്കാരമാകുന്ന പാറ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. സ്ഥാനമാനവും അതിലാണ് നമ്മൾ പൊതിഞ്ഞിരിക്കുന്നത്. ഇപ്പം യമനിൽ അളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിഷ്ടം. അതാണ് സമയം കളയുന്നത്. തത്വം ഗ്രഹിച്ചല്ല. ഇപ്പം ഇതിൻ്റെ ചെറുപ്പത്തിൽ ഈ ഗ്രാമങ്ങളിലെല്ലാം വാഹനം നടത്തും. കടം വരെ പൈസ പലിശയ്ക്ക് വരെ എടുത്തിട്ട് വാഹനം അടയ്ക്കും. പക്ഷെ വായിക്കാൻ വരുന്ന പലരും പുറത്ത് പോയി പിടിയും വലിക്കും, പിന്നെ വന്ന് വായിക്കും. മൈക്കിൽ കൂടെ വായിച്ചിട്ട് ഡ്യൂട്ടി പാലിച്ച് പോകും. ഇവിടെ ആരും കേൾക്കാനോ ഗ്രഹിക്കാനോ ഇല്ല. കുറച്ച് പേര് വിളിച്ചു അതിന് തത്വങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് ആ തലത്തിലേക്ക് നമ്മൾ ഉണരണം.